പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. എവിടൊക്കെ പോയി പ്രാർത്ഥിച്ചു, എന്നിട്ട് എന്താ ഉത്തരം കിട്ടാത്ത? എല്ലാവരും പറയുന്നത് ശരിയാകും ശരിയാകും, ഒന്നും ശരിയാകുന്നില്ല. ശരിയാകാത്തതിന് നിരാശയുടെ വക്കി നിൽക്കുകയാണ്. അത്തരം നേരത്തിലൂടെ ആ വക്കിലൂടെ നടന്നു പോകുന്നവർക്കൊക്കെ ഈ വചനം പറഞ്ഞു കൊടുക്കണം. 27-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം, ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ നിനക്ക് അഭയം നൽകും, തന്റെ കൂടാരത്തിനുള്ളിൽ നിന്നെ ഉയർപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ഈ വചനത്തിൽ വിശ്വസിച്ച് കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിൽക്കുവാൻ നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സഹനകാലത്ത്, ഉള്ളുപിടയുന്ന നൊമ്പരത്തിന്റെ കാലത്ത് ഉലഞ്ഞു പോകാതെ, തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ നിന്റെ ശക്തിയുള്ള കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവാൻ, ആ സഹനത്തിന്റെ ഇടക്കാലത്തിന് ശേഷം നിന്റെ കരുത്തുള്ള കരം കൊണ്ട് നീ ഞങ്ങളെ ഉയർത്തുന്ന അനുഭവത്തിന്റെ പാത്രങ്ങളാകുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. എവിടൊക്കെ പോയി പ്രാർത്ഥിച്ചു, എന്നിട്ട് എന്താ